ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജു പോഡ്. എല്ലാവർക്കും എജു പോഡിലോട്ട് സ്വാഗതം. മാസിൻ്റെ മനയിലേക്ക് സ്വാഗതം. എടാ മുഞ്ചിത് സാറാണ്. നാളെ അഥവാ നമ്മുടെ BSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജിയുടെ ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും കാണാൻ സാധ്യതയുള്ള അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ടോപ്പിക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. കേട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ BSൻ്റെ എക്സാമിന് പ്രിപ്പറേഷന് ഏതുവരെയൊക്കെ ആയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ നമ്മുടെ ബയോളജി അല്ലേ, ഇത് 3 ഓക്കെ ആണെങ്കിൽ ഒരു 3 ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതല്ല ഒന്ന് മാത്രമേ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണോ ഓക്കെ അത് മാത്രം ഗ്രീന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലാത്തല്ലേ കുറച്ചായിട്ടുള്ളതെങ്കിൽ പിങ്ക് കമൻറ്റ് ചെയ്യുക. ഒട്ടും ആയില്ലെങ്കിൽ 3 റെഡ് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾസ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നൊരു കമൻറ്റ് ചെയ്യുക. അഥവാ ക്വസ്റ്റ്യൻസ് ആണോ, ടോപ്പിക്കുകളാണോ, റിവിഷൻ ആണോ, നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് വേണ്ടെന്നൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. റെഡിയല്ലേ? നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ടോപ്പിക്കിലെ മക്കളെ, അത് ഇവനാണ്. അവൻ ഏതാണടാ? മനുഷ്യന്മാരിലെ ഗ്യാമീറ്റുകൾ, ബീജകോശങ്ങൾ. എടാ, പുരുഷന്മാർക്കും ബീജകോശമുണ്ട്, സ്ത്രീകൾക്കും ബീജകോശമുണ്ട് അല്ലേ. പുരുഷന്മാർ ബീജകോശത്തിൻ്റെ പേരെന്താടാ? അണ്ടം, കിണ്ടി അല്ലേ. സ്പേമാണ് പുംബീജമാകുന്നു. എന്നാൽ സ്ത്രീകളുടെ ബീജകോശത്തിൻ്റെ പേരെന്താണ്? അണ്ടം അഥവാ ഓവം. റെഡിയല്ലേ? മനസ്സിലാക്കിയണ്ട് നമ്മളില്ലടാ മനുഷ്യന്മാരില്ലേ, ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അഥവാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനുണ്ടല്ലോ, മുഞ്ചിത് സാർ ഉണ്ടായത് എങ്ങനെയാടാ? മുഞ്ചിത് സാർ അച്ഛൻ്റെ പുംബീജവും മുഞ്ചിത് സാർ അമ്മയുടെ അണ്ടവും തമ്മിൽ കൂടി ചേർന്നിട്ട് സിക്താണ്ടം എന്ന് പറയുന്ന ഒരു കോശം ഉണ്ടായി. ആ കോശം വിഭജിച്ച് വലുതായ ഒരു പോത്താമ്പി മനുഷ്യൻ മുഞ്ചിതായിട്ട് മാറി. റെഡിയല്ലേടാ? ഇങ്ങനെയാണ് ഞാനും നീ അടക്കമുള്ള എല്ലാ മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്. ആ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന ആളുകളില്ലേ, ആ ആളുകളാണ് ബീജകോശങ്ങൾ. റെഡിയല്ലേ? അപ്പോൾ ഇവരുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിലും പ്രാധാന്യമുണ്ട്, ഇവർക്ക് നാളത്തെ എക്സാമിലും എന്തുണ്ടാടാ ശരിയായ പ്രാധാന്യമുണ്ട്. റെഡിയല്ലേ? അപ്പോൾ മക്കളെ മനസ്സിലാക്കിക്കോ. എന്താ നോക്കിയാലോ, ഈ കാണുന്നതാണ് എന്ത്? പുരുഷന്മാരുടെ ബീജം അഥവാ പുംബീജം, സ്പേം. ഈ പുംബീജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പുംബീജത്തിന് തലയുണ്ട്, ഉടലുണ്ട്, വാലുണ്ട്. എന്ന് വെച്ചാൽ ഹെഡ്, ബോഡി, ടൈൽ. മക്കൾ നോക്കിക്കേ, ഇവരുടെ ഈ ഭാഗമാണ് എന്ത്? തലഭാഗം എന്ന് പറഞ്ഞാൽ ഹെഡ്. റെഡിയല്ലേ? ഈ ഭാഗമാണ് എന്ത്? അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ കേട്ടോ അവരുടെ ഉടല് അല്ലേ, ഉടല് ഭാഗം. പിന്നെന്താ ഇങ്ങനെ കാണുന്നത് എന്താ മക്കളെ? ഇതാണ് ഇവരുടെ ടെയില്, വാല് എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കുക, ഈ പുംബീജങ്ങൾ അവരുടെ വാലിട്ട് ഇങ്ങനെ അടിച്ചടിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്? ചലിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ആ ടെയിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരിങ്ങനെ മുന്നോട്ട് നീങ്ങും. അപ്പോൾ അവരുടെ സഞ്ചാരശേഷി കൂടി ഉണ്ട് ആയിരിക്കും മനസ്സിലാക്കുക പുംബീജങ്ങൾക്ക്. അഥവാ സ്പേം എന്ത് ചെയ്യും? സഞ്ചരിക്കും. എന്നാൽ നേരെ ഇങ്ങോട്ട് നോക്കിക്കേടാ, നമ്മുടെ സ്ത്രീകളുടെ ബീജം അല്ലേ, അണ്ടം എന്ന് പറയുന്ന ആളാ. ഈ അണ്ടത്തിന് വാലുണ്ടോ? അണ്ടത്തിന് വാലില്ല. എന്ന് വെച്ചാൽ അണ്ടം ഇയാളെ പോലെയാണോ? സാർ ഇയാളെ പോലെ ഇതിന് തലയില്ല, ഉടലില്ല, ഒന്നുമില്ല അല്ലേ. മക്കളെ നോക്കിക്കേ, അണ്ടം എന്ന് പറഞ്ഞൊരു വട്ടത്തിലുള്ള ഒരു ഗോളാകൃതിയാണ്, ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്. ഇത് മാത്രമല്ല, ഇവർക്ക് ചുറ്റും പ്രത്യേകമായിട്ട് എന്ത് കാണാം? എക്സ്റ്റേണൽ മെംബ്രെയിന്, ബാഹ്യ ആവരണം കാണാം. അത് അണ്ടത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടില്ലേ? തല, ഉടല്, വാലൊക്കെ പുരുഷന്മാരുടെ പുംബീജത്തിന് സ്പേമിന് മാത്രം ഉണ്ടായപ്പോൾ അണ്ടത്തിന് മാത്രമുള്ളതാണ് എന്ത്? എക്സ്റ്റേണൽ മെംബ്രെയിന്, ബാഹ്യ ആവരണം. 2 പേർക്കും കോമൺ ആയിട്ടുള്ള ആളാണ് മക്കൾ ആര്? ന്യൂക്ലിയസും പ്ലാസ്മ മെംബ്രെയിനും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മർമ്മം അല്ലേ. ഒരു കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. നമ്മൾ പഠിച്ചതാ 3ാമത്തെ പാഠത്തിൽ അല്ലേ. നോക്കിക്കേ, പുരുഷന്മാരുടെ ബീജത്തിൻ്റെ തലഭാഗത്താണ് ആരുള്ളത്? മർമ്മം ഉള്ളത്. ഹെഡ് റീജിയനിലാണ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്നാലോ സ്ത്രീകളുടെ ഓവത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളത്, ഇൻസൈഡ് ഇത് ഓവമാണെന്നുള്ളത് അവരുടെ മർമ്മം, ന്യൂക്ലിയസ് ഉള്ളത്. 2 പേരുടെയും മർമ്മത്തിനെ കവർ ചെയ്തുകൊണ്ട് വട്ടത്തിൽ എന്ത് കാണാം? പ്ലാസ്മ മെംബ്രെയിന് അഥവാ നമ്മുടെ പ്ലാസ്മ സ്തരം കാണാൻ വേണ്ടിയിട്ട് പറ്റും. റെഡിയല്ലേടാ? അത് നമ്മൾ ഇവരുടെ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? പുംബീജത്തിൽ തല, ഉടല്, വാല് എന്നിവയുണ്ട്. തലയിലാണ് മർമ്മം സ്ഥിതി ചെയ്യുന്നത്. വാല് ഉപയോഗിച്ച് ദ്രാവക മാധ്യമത്തിൽ ഇവർക്ക് എന്ത് ചെയ്യും? ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ പോയിന്റ് അല്ലേ. നോക്കിക്കേ, അണ്ടം സ്ഫെറിക്കൽ ഷേപ്പാണ്, ഗോളാകൃതിയാണ്. ഇവർക്ക് പ്രത്യേക സംരക്ഷണ കവചമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേടാ, നോക്കിക്കേ, ബാഹ്യാവരണം അല്ലേ, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ലെയർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാർജർ ഇൻ സൈസ് അല്ലേ, നമ്മുടെ മെയിലിനേക്കാൾ അപേക്ഷിച്ച് എന്താണ് ഇവിടെ വലുതാണ്, ഇവർ ലാർജറാണ്. ഇവർക്ക് എന്തില്ല? നോ എബിലിറ്റി ടു മൂവ്, ചലനശേഷിയില്ല.
എന്നാലും മക്കളെ ഇവിടുത്തെ ചോദ്യം എന്താ ചോദിക്കാന്ന് അറിയാമെങ്കിൽ ഈ പുംബീജങ്ങളും അണ്ടവും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും 3 എഴുതുക. ഇതാണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. പ്രത്യേക അടിവരയിട്ട് വെച്ചോ മക്കളെ, ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദിച്ചിരിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിക്കേ, ഇതാണ് ഇവരുടെ മാറ്റം എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, സ്പേം, പുംബീജം, അണ്ടം, ഓവം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഷേപ്പിൽ മാറ്റില്ലേ, അണ്ടത്തിൻ്റെയും സ്പേമിൻ്റെയും ഷേപ്പിൽ മാറ്റമുണ്ടല്ലോ അല്ലേ. സ്പേം ഇലോങ്ങായിട്ട് നീളമുള്ള തലയും മോട്ടലും വാലൊക്കെ ഉള്ള സ്ട്രക്ചറാണ്. അണ്ടം എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ സ്ഫെറിക്കൽ ഷേപ്പ് സ്ട്രക്ചർ ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പേം ചെറുതാണ്, അണ്ടം നമ്മുടെ സ്പേമിനേക്കാൾ പുംബീജത്തേക്കാൾ വലുതാണ്. മൊബിലിറ്റി അല്ലേ, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനശേഷിയാണ്. സ്പേമിന് പുംബീജങ്ങൾക്ക് വാലുപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാലോ അണ്ടത്തിന് ചലനശേഷിയില്ല. ഈ 3 പോയിന്റ് മക്കളെ എന്ത് വില കൊടുത്തും പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടേ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്നേഹമുള്ള മക്കളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോ മാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മാസ് ലവ് ഞാൻ തന്നെ. റെഡി? സോ മക്കൾസ് ഷാറിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും കേട്ടോ. താങ്ക് യു. ബൈ ബൈ.